ശ്രീമൻ നാരായണീയം ദശകം 34 ശ്ലോകം 4. ഓം ശ്രീ ഗുരുഭ്യോ നമ. ആരും ധാനേരുശാന്തി ഭൃഗുകുല തിലകേ സംക്രമയ്യസ്സുതേജോ യാദേയാദോസയോധ്യാം സുഖമിക നിവസൻ കാന്തയാ കാന്തമൂർത്തേ ശത്രുഘ്നേനൈകദാദോ ഗതവതി ഭരതേ മാതുലസ്യാദിവാസം താതാരബ്ദോ അഭിഷേകസ്തവ കില വിഗത കേകയാദീശപുത്ര്യാം സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമൻ നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ, അല്ലയോ കാമമൂർത്തിയായ ഭഗവാനെ, അയോധ്യയിലേക്കുള്ള യാത്രാമധ്യേ കോപം കൊണ്ട് അന്ധനായി ഭവിച്ച പരശുരാമനെ കണ്ടുമുട്ടി. ലോകത്തുള്ള ക്ഷത്രിയരെ മുഴുവൻ താൻ കൊന്നൊടുക്കിയിട്ടും ഇനിയും വില്ലാളി വീരന്മാരായ ക്ഷത്രിയർ ജീവിച്ചിരിക്കുന്നു. മാത്രമല്ല, രാമൻ എന്ന പേരിൽ തന്നെ കൂടാതെ മറ്റൊരുവനോ? ഈ വിധമുള്ള ചിന്തകളാലാണ് പരശുരാമൻ കോപാന്തനായത്. മാർഗതടസ്സം ചെയ്ത പരശുരാമൻ ശ്രീരാമന്റെ അസ്ത്രവിദ്യയിൽ സന്തുഷ്ടനായി. തന്റെ വൈഷ്ണവ ചാപമായ ശാർംഗവും തന്നിലുള്ള വൈഷ്ണവ തേജസ്സും ശ്രീരാമനിൽ സമർപ്പിച്ചിട്ട് തപസ്സിനായി മഹേന്ദ്രഗിരിയിലേക്ക് പോയി. അയോധ്യയിലെത്തിയ ശ്രീരാമസ്വരൂപിയായ ഭഗവാൻ കാന്തയാകുന്ന സീതയോടുകൂടി കുറച്ചുനാൾ സുഖമായി വസിച്ചു. ഒരിക്കൽ ഭരതൻ ശത്രുഘ്നനോടുകൂടി തന്റെ അമ്മാവനായ യുധാജിത്ത് മഹാരാജാവിന്റെ രാജധാനിയിൽ പോയിരിക്കുന്ന അവസരത്തിൽ ഭഗവാന്റെ പിതാവ് ഭഗവാന് യുവരാജ്യ അഭിഷേകം നടത്താനൊരുങ്ങുകയും ഇളയമ്മയായ കൈകേയിയാൽ അഭിഷേക വിഘ്നം സംഭവിക്കുകയും ചെയ്തു. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പ ശരണം. ശ്രീമൻ നാരായണീയം ദശകം 34 ശ്ലോകം 5. ഓം ശ്രീ ഗുരുഭ്യോ നമ. താദോക്ത്യായാദു കാമോ വനമനുജവദോ സംയുത ചാപധാരഃ പൗരാനാരുദ്യമാർഗേ ഗുഹനിലയഗതസ്തം ജഡാചീരധാരീ നാവാസന്ദേരഗംഗാമതിപദവി പുനസ്തം ഭരദ്വാജാമാര നത്വാ തദ്വാക്യഹേതോ രതി സുഖമവസൻ ചിത്രകൂടേ ഗിരീന്ദ്രേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീമൻ നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ, താതന്റെ ആജ്ഞയനുസരിച്ച് കാനനവാസത്തിനായി ശ്രീരാമചന്ദ്രൻ ചാപധാരിയായി അനുജനായ ലക്ഷ്മണനോടും ഭാര്യയായ സീതയോടും കൂടി പുറപ്പെട്ടപ്പോൾ പുരവാസികളായ ജനങ്ങളെല്ലാം കൂടെ തന്നെ യാത്ര തിരിച്ചു. വഴി മധ്യത്തിൽ വെച്ചു തന്നെ പിന്തുടർന്ന ജനങ്ങൾ ഉറങ്ങുന്ന അവസരത്തിൽ അവരറിയാതെ യാത്ര പുനരാരംഭിച്ച നിന്തിരുവടി നിഷാദ രാജാവായ ഗുഹന്റെ രാജ്യത്തു ചെന്നു. അവിടെ വെച്ച് ജഡയും മരവുരിയും അണിഞ്ഞ ഭഗവാൻ ഒരു തോണിയിൽ കയറി ഗംഗയെ കടന്നു. സമീപത്ത് വസിക്കുന്ന ഭരദ്വാജ മുനിയെ കണ്ടു വന്നിച്ച് അദ്ദേഹത്തിന്റെ നിയോഗ അനുസരണം ചിത്രകൂടം എന്ന പർവ്വതത്തിൽ സുഖമായി വസിച്ചു. രാമനായി മനുഷ്യജന്മമെടുത്ത ഭഗവാൻ
ഭരദ്വാജ മുനിയുടെ ഉപദേശം സ്വീകരിച്ചത്? ഗുരുവചനത്തെ എല്ലാ ജനങ്ങളും അനുസരിക്കണമെന്ന തത്വം മനുഷ്യരെ ഗ്രഹിപ്പിക്കുവാനാണ്. അതുപോലെ തന്നെ പിതാവിൻ്റെ ഏതാഗ്രഹവും സ്വയം അറിഞ്ഞ് പ്രവർത്തിക്കേണ്ടത് ഒരു സൽപുത്രന്റെ കടമയാണെന്ന് ലോകത്തെ ധരിപ്പിക്കുവാനാണ് ദശരഥൻ കൈകേയിക്ക് നൽകിയ വരങ്ങളിൽ ഒന്നായ തന്റെ വനവാസം പിതാവിനാൽ ആജ്ഞാപിക്കപ്പെടും മുമ്പ് തന്നെ ഭഗവാൻ നിറവേറ്റാൻ ഒരുമ്പെട്ടത്. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.